Hello dear children, welcome to Kids Area Online. Class 4 LSS exam ആണ്. LSS exam ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പഠിച്ചു തുടങ്ങിയായിരുന്നോ? ഓക്കെ, നമുക്ക് പഠിച്ചാലോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് സ്പെഷ്യൽ ക്ലാസ്സസ് ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കും LKG UKG പഠിക്കുന്ന കുട്ടികൾക്കും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇംഗ്ലീഷ് മലയാളം റീഡിംഗ് റൈറ്റിംഗ് കോഴ്സിൻ്റെ ഒക്കെ ക്ലാസ് നടക്കുന്നുണ്ട്. ഇനി അടുത്ത ബാച്ച് ഏപ്രിൽ മെയ് വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മാർച്ചിലാണ് അഡ്മിഷൻ എടുക്കുക. ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത്, മെയിൻ കോഴ്സുകൾ ടീച്ചർ പറയാം. ബാക്കി കോഴ്സുകൾ ആ ടൈമിലായിരിക്കും അറിയാനായിട്ട് കഴിയുക. ഇംഗ്ലീഷ് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സ് ഉണ്ടാവും. ഇംഗ്ലീഷും മലയാളവും എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സ് ഉണ്ട്. ഹിന്ദി ലെറ്റേഴ്സും സിമ്പിൾസും, അതായത് 5ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾ, കേരള സ്റ്റേറ്റ് സിലബസിൽ 5ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ലെറ്റേഴ്സും സിമ്പിൾസും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 1ാം ക്ലാസ്സിലോട്ട് പോകുന്ന കുഞ്ഞുങ്ങളായാലും ഹിന്ദി ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ലെറ്റേഴ്സും സിമ്പിൾസും ക്ലിയർ ആയിരിക്കണം. അവർക്കായിട്ട് ഹിന്ദി ലെറ്റേഴ്സ് ആൻഡ് സിമ്പിൾസിൻ്റെ ക്ലാസ് ഉണ്ട്. പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമാണ്. സ്വന്തമായിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ക്ലാസ്സസ് ഈ വെക്കേഷന് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സ്പോക്കൺ ഇംഗ്ലീഷും സംസാരിക്കാൻ പഠിപ്പിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. മാർച്ചിലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും ഇത് ഓർമ്മയിൽ വയ്ക്കുക. ഇവിടെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ മാർച്ചിൽ എടുക്കാവുന്നതാണ്. 9746487799 ഇതാണ് വാട്സപ്പ് നമ്പർ. ലൈവ് ആയിട്ടും ക്ലാസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കലണ്ടർ മാത്ത്. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചർ എല്ലാ ദിവസവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കായിട്ടാണ് പോകുന്നത്. നോക്കാം, കലണ്ടർ മാത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം 1ാം തീയതി എന്നാണെന്ന് നോക്കുക. 1ാം തീയതി കണ്ടുപിടിച്ചു. ദിവസം നോക്കണ്ട, നിങ്ങൾ 1ാം തീയതി നോക്കുക. 1ാം തീയതി ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം 29 ആയിരിക്കും. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. 1ാം തീയതി ഫ്രൈഡേ ആണ്. അപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ 29ാം തീയതി. മനസ്സിലായോ? 1ാം തീയതി ബുധനാഴ്ചയാണ്, എന്നാൽ 29ാം തീയതിയും ബുധനാഴ്ചയായിരിക്കും. ഓക്കെ, ക്ലിയർ? 1ാം തീയതിയും 29ാം തീയതിയും ഒരേ ദിവസമായിരിക്കും. അതുപോലെ തന്നെ 2ാം തീയതിയും 30ാം തീയതിയും ഒരേ ദിവസമായിരിക്കും. 2ാം തീയതി ഒരു മാസത്തിൻ്റെ തുടക്കം, 30ാം തീയതി ഒരു മാസത്തിൻ്റെ അവസാനമാണ്. അപ്പോൾ മാസത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന 2ാം തീയതിയും മാസത്തിൻ്റെ അവസാനങ്ങളിൽ വരുന്ന 30ാം തീയതിയും ഒരേ ദിവസമായിരിക്കും. അതുപോലെ തന്നെ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന 3ാം തീയതിയും ഒരു മാസത്തിൻ്റെ അവസാനത്തിൽ വരുന്ന 31ാം തീയതിയും ഒരേ ദിവസമായിരിക്കും. ഇനി ഒരു മാസത്തിൽ എത്ര ദിവസമുണ്ട് എന്നത് ടീച്ചർ നാളത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കും. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ഒരു മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് നാളെ ടീച്ചർ പഠിപ്പിക്കും. ഓക്കെ, ഇത് ഇത്രയും ഓർമ്മിക്കുക. 1ാം തീയതിയുടെ ആ ദിവസം ഏറ്റവും അവസാനം ഏതാണ്? 29 ആണ്. 1ാം തീയതിയും 29ാം തീയതിയും ഒരേ ദിവസം. 2ാം തീയതിയും 30ാം തീയതിയും ഒരേ ദിവസം. 3ാം തീയതിയും 31ാം തീയതിയും ഒരേ ദിവസം. അതായത് 1, 2, 3, 29, 30, 31. 1, 2, 3 ഏത് ദിവസമാണോ അതേ ഓർഡറിലായിരിക്കും 29, 30, 31. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? രണ്ടാമത്തെ ഹിന്റ് നിങ്ങൾ പഠിക്കാനുള്ളത് കണ്ടോ, ഈ 1 കഴിഞ്ഞാൽ 7 കൂട്ടിയിട്ട് 8, 8 കൂട്ടിയിട്ട് 15, 15 കൂട്ടിയിട്ട് 22, 22നോട് 7 കൂട്ടുമ്പോൾ 29. അത് 1നോട് 7 കൂട്ടുമ്പോൾ 8. ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസം. ഈ താഴെ 7 കൂട്ടിയാണ് എഴുതുക. 1നോട് 7 കൂട്ടിയാൽ 8, 8നോട് 7 കൂട്ടിയാൽ 15, 15നോട് 7 കൂട്ടിയാൽ 22, 22നോട് 7 കൂട്ടിയാൽ 29. അതുപോലെ തന്നെ 2നോട് 7 കൂട്ടിയാൽ 9, 9നോട് 7 കൂട്ടിയാൽ 16, 16നോട് 7 കൂട്ടിയാൽ 23, 23നോട് 7 കൂട്ടിയാൽ 30. അതുപോലെ തന്നെ ഏതെടുത്താലും 5 എടുത്താൽ 5നോട് 7 കൂട്ടിയാൽ 12, 12നോട് 7 കൂട്ടിയാൽ 19,
19നോട് 7 കൂട്ടിയാൽ 26. അപ്പോൾ താഴെ താഴെ 7 കൂട്ടിയാണ് എഴുതാനുള്ളത്. ക്ലിയർ? ക്ലിയർ ആണോ? ഒന്നാമത്തെ ഹിന്റിൽ നിന്ന് പഠിക്കാനുള്ളത് 7 കൂട്ടിയാണ് താഴേക്ക് വരിക. രണ്ടാമത്തെ കാര്യം ദാ ഇവിടെ നോക്കിയേ. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ കോർണർ എടുത്തു കഴിഞ്ഞാൽ, ഏതെടുത്തു കഴിഞ്ഞാലും ഇവിടെ 6, 12, 18 അല്ലെങ്കിൽ 16, 22, 28 അല്ലെങ്കിൽ 7, 13, 19, 25. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്നൊരു ചോദ്യം എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഈ കോർണർ സൈഡ് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ബാക്കിലോട്ട് കണ്ടോ, ഇങ്ങനെ വരുന്നത് എപ്പോഴും 6 കൂട്ടിയിട്ടായിരിക്കും. 2നോട് 6 കൂട്ടുമ്പോൾ 8, 8നോട് 6 കൂട്ടുമ്പോൾ 14, 14നോട് 6 കൂട്ടുമ്പോൾ 20, 20യോട് 6 കൂട്ടുമ്പോൾ 26. ഇവിടെ നമുക്ക് എടുക്കാം 16നോട് 6 കൂട്ടുമ്പോൾ 22, 22നോട് 6 കൂട്ടുമ്പോൾ 28. കോർണർ ആണ്, കോർണർ അത് ഓർമ്മിക്കുക. വലതുവശത്ത് നിന്ന് സാറ്റർഡേയിൽ നിന്ന് സൺഡേയിലോട്ട് കേട്ടോ, സാറ്റർഡേയിൽ നിന്ന് സൺഡേയിലോട്ട് പുറകിലേക്കാണ്, കോർണർ ആണ്. എങ്ങനെയാ കൂട്ടുക? 6 കൂട്ടിയാ പോവാ. 6നോട് 6 കൂട്ടുമ്പോൾ 12, 12നോട് 6 കൂട്ടുമ്പോൾ 18, 18നോട് 6 കൂട്ടുമ്പോൾ 24. അത് കലണ്ടറിൽ എങ്ങനെ എടുത്താലും 6 കൂട്ടിയിട്ടായിരിക്കും. ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എപ്പോഴും 8 കൂട്ടിയിട്ടായിരിക്കും. ഏതെടുത്താലും 8 കൂട്ടിയിട്ടായിരിക്കും. 4നോട് 8 കൂട്ടിയാൽ 12, 12നോട് 8 കൂട്ടിയാൽ 20, 20യോട് 8 കൂട്ടിയാൽ 28. ഇവിടെ നമുക്കെടുക്കാം 8നോട് 8 കൂട്ടിയാൽ 16. ഇവിടെ നമുക്കെടുക്കാം 6നോട് 8 കൂട്ടിയാൽ 14, 14നോട് 8 കൂട്ടിയാൽ 22, 22നോട് 8 കൂട്ടിയാൽ 30. അപ്പോൾ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ഈ കലണ്ടറിൽ നിന്ന് പഠിക്കുകയാണ്. താഴോട്ടാണെങ്കിൽ 7 കൂട്ടിയാണ് വന്നിരിക്കുന്നത്. പാറ്റേൺ പോലെയാണ്. താഴോട്ടാണെങ്കിൽ 7 കൂട്ടിയാണ് ദിവസം കണ്ടുപിടിക്കേണ്ടത്. ഇനി ലെഫ്റ്റിലോട്ടാണെങ്കിൽ 6 കൂട്ടിയാണ് ദിവസം കണ്ടുപിടിക്കാനുള്ളത്, ഡേറ്റ് കണ്ടുപിടിക്കാനുള്ളത്. റൈറ്റിലോട്ടാണെങ്കിൽ 8 കൂട്ടിയാണ് ഡേറ്റ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, താഴോട്ടാണെങ്കിൽ 7 കൂട്ടി ഡേറ്റ് കണ്ടുപിടിക്കുക. ലെഫ്റ്റിലാണെങ്കിൽ 6 കൂട്ടി ഡേറ്റ് കണ്ടുപിടിക്കുക. റൈറ്റിലോട്ടാണെങ്കിൽ 8 കൂട്ടി ഡേറ്റ് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 7 ഇവിടെ നൽകിയിട്ടുണ്ട്, ഇവിടെ 3 നൽകിയിട്ടില്ല. എങ്ങനെ ഈ 3 ദിവസം ഡേറ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? നമുക്കിത് 3 രീതിയിൽ കണ്ടെത്താം. ഒരു ഫസ്റ്റ് രീതിയിൽ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? 7നോട് താഴോട്ടാണെങ്കിൽ 7 കൂട്ടിയാൽ മതി. 7ന്റെ ലെഫ്റ്റ് ആണെങ്കിൽ 6 കൂട്ടണം. 7ന്റെ റൈറ്റ് ആണെങ്കിൽ 8 കൂട്ടണം. ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് നോക്കാം. 7ന്റെ ലെഫ്റ്റ് ആണെങ്കിൽ 6 കൂട്ടണം. 7നോട് 6 കൂട്ടിയാൽ 13. 7നോട് 7 കൂട്ടിയാൽ 7നോട് 8 കൂട്ടിയാൽ 15. 7നോട് 7 കൂട്ടിയാൽ 14. മനസ്സിലായല്ലോ? ലെഫ്റ്റിലോട്ടാണെങ്കിൽ 6 കൂട്ടുക, താഴോട്ടാണെങ്കിൽ 7 കൂട്ടുക, റൈറ്റിലോട്ടാണെങ്കിൽ 8 കൂട്ടുക. 6, 7, 8. ഓർമ്മ വെച്ചിരിക്കുക. 6, 7, 8. ലെഫ്റ്റിലോട്ടാണെങ്കിൽ 6, താഴോട്ടാണെങ്കിൽ 7, റൈറ്റിലോട്ടാണെങ്കിൽ 8. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെ കുറച്ചുകൂടെ മനസ്സിലാവും. ലെഫ്റ്റ് 6, 7, 8 അങ്ങനെ പഠിക്കുക. 6, 7, 8. ലെഫ്റ്റിലോട്ടാണെങ്കിൽ 6, താഴോട്ടാണെങ്കിൽ 7, റൈറ്റിലോട്ടാണെങ്കിൽ 8. ഇനി ഇവിടുത്തെ ഡേറ്റ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഏത് രീതിയിൽ വേണമെങ്കിലും കലണ്ടർ മാത്തിൽ ദിവസം ഡേ കണ്ടുപിടിക്കാൻ പറയും, ഡേറ്റ് കണ്ടുപിടിക്കാൻ പറയും. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 21 ആണ്. അപ്പോൾ 21 ആണെങ്കിൽ ലെഫ്റ്റിലുള്ള ഡേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? താഴെ കോർണർ ലെഫ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 6 കൂട്ടുക, 27. റൈറ്റ് കോർണർ റൈറ്റ് എങ്ങനെ കണ്ടെത്തും? ഇവിടെ 6 ആണ്, ഇവിടെ 7 ആണ്, ഇവിടെ 8 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 8 കൂട്ടണം. 21നോട് 8 കൂട്ടുക, 29. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആരും തെറ്റിക്കില്ലല്ലോ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആരും തെറ്റിക്കരുത്. കലണ്ടർ മാത്തിലുള്ള ഈ ക്വസ്റ്റ്യൻ ആരും തെറ്റിക്കരുത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഒരു മാസത്തിലെ എത്ര ദിവസങ്ങളുണ്ട്? 30 ആണോ, 31 ആണോ, 28 ആണോ, 29 ആണോ? ആ ടീച്ചർ അടുത്ത ദിവസം പറഞ്ഞുതരാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.